സ്തോത്രകൃതികൾ. ശിവനെ, ദേവിയെ, അതുപോലെ സുബ്രഹ്മണ്യനെ, ഇത്രയും ദേവതകളെ ബ്രഹ്മപ്രതീകമായിട്ട് കണ്ടുകൊണ്ട് ആണ് കൃതികൾ എഴുതിയിട്ടുള്ളത്, സ്തോത്രകൃതികൾ എഴുതിയിട്ടുള്ളത്. പിന്നെ ഗുരു എഴുതിയിട്ടുള്ളത് പ്രബോധനാത്മകമായ കൃതികളാണ്. പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാർമ്മികമായ ഉപദേശങ്ങൾ നൽകുന്നതാണ് പ്രബോധനം. അത് ജീവകാരുണ്യ പഞ്ചകം, സദാചാരം പോലുള്ള കൃതികൾ. അതുകൂടാതെ ഗുരു ദാർശനിക കൃതികൾ എഴുതിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഗുരുവിൻ്റെ രചനയുടെ. ഇതും കൂടാതെ തമിഴ് ഭാഷയിലുള്ള, തമിഴ് സമ്പ്രദായത്തിൽ ഉള്ള തമിഴ് സ്തോത്രകൃതി എഴുതിയിട്ടുണ്ട്. ഗദ്യകൃതികൾ എഴുതിയിട്ടുണ്ട്. ഗദ്യരൂപത്തിൽ, ഗദ്യപ്രാർത്ഥന അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും കൂടാതെ ഒരു സമ്പ്രദായമാണ് വേദാന്ത സൂത്രം, സൂത്രരൂപത്തിലുള്ള കൃതി. അത് സംസ്കൃതത്തിലാണ്. ചെറിയ ഒരു കൃതിയാണെങ്കിലും അർത്ഥഗർഭമാണ്. ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വേദമന്ത്ര സ്വഭാവമുള്ള ഒരു ലഘുകൃതി, ഹോമമന്ത്രം എന്നാണ് ആ കൃതി അറിയപ്പെടുന്നത്. ആദ്യകാലത്ത് പലരും അത് സംശയിച്ചിരുന്നത് വേദമന്ത്രമാണോ എന്ന്. അത്രയും വേദമന്ത്ര സമാനമായ ഒരു രചനയാണത്. പക്ഷേ ഇതിന് ഒരു ദാർശനിക സ്വഭാവം കൂടിയുണ്ട്. സാധാരണ വേദമന്ത്രങ്ങൾ കർമ്മകാണ്ഡ പ്രധാനമാണ്, അത് യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഈ ഹോമമന്ത്രം നമുക്ക് ഹോമത്തിന് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ മനനം ചെയ്യാനും ഉപയോഗിക്കാം. മനനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം വിചാരം ചെയ്താൽ ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ വെച്ച് ജ്ഞാനിയായിട്ട് തീരാം. അത്രയും ആഴമുള്ള അർത്ഥം ഈ മന്ത്രത്തിൽ ഗുരു സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഗൃഹസ്ഥരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രം 3 പ്രാവശ്യം നമുക്ക് പാരായണം ചെയ്തുകൊണ്ട്, മന്ത്രിച്ചുകൊണ്ട്, ഓതിക്കൊണ്ട് ലഘു ഹോമങ്ങൾ, ഹവനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം. ഇന്ന് ഏറ്റവും കൂടുതൽ കച്ചവട മനോഭാവമുള്ള ഒരു സമ്പ്രദായമാണ് യജ്ഞങ്ങളും യാഗങ്ങളും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് യാഗം, എന്താണ് യജ്ഞം, എന്താണ് ഹോമം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി ഗുരു തരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് തന്നെ ഒരു പുരോഹിതനെ വെച്ച് ചെയ്യേണ്ടതല്ല യജ്ഞവും യാഗവും. നമ്മൾ ഓരോരുത്തരും ഹോമം ചെയ്യാൻ യോഗ്യരാണ്. അതിന് ഈ ലഘു മന്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. വഞ്ചിതരാകാതെ. നമ്മളാണല്ലോ സാധകർ, നമ്മളാണ് സ്പിരിച്വൽ പ്രാക്ടീഷണർ, വേറെ ആരുമല്ല. ഒരു പുരോഹിതൻ യജ്ഞം ചെയ്തതുകൊണ്ട് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം പുരോഹിതനാണ് കിട്ടുന്നത്, നിങ്ങൾക്കല്ല. നിങ്ങൾ പൈസ കൊടുത്ത് ഒരു യജ്ഞം ചെയ്യിച്ചിട്ടെന്താ കാര്യം? അതിന് പകരം നമ്മൾ തന്നെ ഹോമകുണ്ഡം ഉണ്ടാക്കി ആ ഹോമകുണ്ഡത്തിലേക്ക് ദ്രവ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം മന്ത്രം ചൊല്ലി അതിൻ്റെ അർത്ഥം വിചാരം ചെയ്ത് ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഹോമം ചെയ്താൽ ഒരേ സമയം അത് ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു പൂജ, ഒരു അർപ്പണം എന്ന നിലയ്ക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ അറിവിന് വികാസമുണ്ടാക്കി തരുന്ന ഒരു പ്രക്രിയയായിട്ട് മാറും. അതുകൊണ്ട് ഹോമമന്ത്രം എല്ലാവരും പഠിക്കണം. നമുക്ക് ആദ്യം ഹോമമന്ത്രം ഒരു 3 പ്രാവശ്യം ചൊല്ലാം. അത് നിങ്ങൾ ഏറ്റു ചൊല്ലിയാൽ മതി. ഒരു വരി ഞാൻ ചൊല്ലിത്തരുമ്പോൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഓം എന്ന ശബ്ദം, ആ മന്ത്രം ചൊല്ലിയിട്ട് വേണം ചൊല്ലാനായിട്ട്. എല്ലാ മന്ത്രങ്ങളും ഓം എന്ന മന്ത്രത്തോടു കൂടി വേണം തുടങ്ങാനായിട്ട്. അതിൻ്റെയൊക്കെ അർത്ഥം വളരെ ആഴത്തിലുള്ളതാണ്. നമുക്ക് ചെറിയ സമയത്തിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല.
ഓം അഗ്നേ തവ യത്തേജസ്തദ്ബ്രാഹ്മം ഓം അഗ്നേ തവ യത്തേജസ്തദ്ബ്രാഹ്മം അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയാ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഃ സപ്തജിഹ്വാഃ ത്വദീയാ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിധോ ജുഹോമി ത്വയി വിഷയാ ഇതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ ഓം ശാന്തി 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 ഓം അഗ്നേ തവ യത്തേജസ്തദ്ബ്രാഹ്മം അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയാ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ഹോമമന്ത്രം നമുക്ക് കാണാതെ പഠിക്കണം എല്ലാവരും. ചെറിയ ഒരു മന്ത്രമാണല്ലോ. യശോദമ്മയ്ക്ക് അറിയാം. ഇതിൽ അഗ്നിയാണ് സംബോധന ചെയ്യുന്നത്. അഗ്നി എന്നത് നമുക്ക് പരിചിതമായ ഒരു ഭൂതമാണ്, ഒരു എലമെൻ്റാണ് അഗ്നി. നമ്മൾ വിളക്ക് ജ്വലിപ്പിക്കുമ്പോൾ അഗ്നിയാണ് ജ്വലിപ്പിക്കുന്നത്. അഗ്നിക്ക് വളരെയധികം സവിശേഷതകളുണ്ട്. എന്താണ് പ്രധാനമായ സവിശേഷത എന്ന് ചോദിച്ചാൽ, ഇരുട്ടിനെ നീക്കുന്നതാണ് അഗ്നി, വെളിച്ചമാണ് അഗ്നി. അതുപോലെ അഗ്നിക്കുള്ള ഒരു ഗുണവിശേഷം എന്ന് പറയുന്നത് ചൂടാണ്. ആ ചൂടിൽ സകലതും കരിച്ചു കളയാനായിട്ട് അതിന് കഴിയും. അഗ്നിയുടെ ദാഹകശക്തി എന്നാണ് അതിനെ പറയുക. ഇത് രണ്ടും അറിവിൻ്റെ സ്വഭാവമാണ്. അറിവിൻ്റെ പ്രത്യേകത അറിവ് വെളിച്ചമാണ്.
അറിവ് ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. ഏതിരുട്ടിനെ? അജ്ഞാനമാകുന്ന ഇരുട്ടിനെ. അത് ഈ അഗ്നിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അറിവിന് തുല്യമായിട്ട്, ബ്രഹ്മത്തിന് തുല്യമായിട്ട് ഈ അഗ്നിയെ എടുക്കാം നമുക്ക്. അഗ്നി എന്ന ഭൂതത്തിന് മാത്രമാണ് ഈ അറിവിനോളം, ദൈവത്തോളം, ബ്രഹ്മത്തോളം സമാനതയുള്ളൊരു ഭൂതം. അതുകൊണ്ടാണ് ഭാരതീയർ അഗ്നി ജ്വലിപ്പിക്കുന്നത്. 2 തരത്തിൽ ജ്വലിപ്പിക്കുന്നുണ്ട്. വിളക്കായി ജ്വലിപ്പിക്കുന്നുണ്ട്, ഹോമകുണ്ടത്തിലും ജ്വലിപ്പിക്കുന്നുണ്ട് ഈ അഗ്നിയെ. ആദ്യകാലത്ത് നമ്മളുടെ പോലെ തീപ്പെട്ടി കത്തിച്ചിട്ടൊന്നല്ല ഉണ്ടാക്കിയിരുന്നത്. ഈ 2 അരണിക്കോലുകൾ കടഞ്ഞ് അതിൽ നിന്ന് ശുദ്ധമായ അഗ്നിയെ ഈ വൈദികമാനികൾ, കർമ്മകാണ്ഡികളായിട്ടുള്ള വൈദികമാനികൾ കണ്ടെത്തുമായിരുന്നു. ഗുരുതൻ്റെ അതിന് ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്, അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആരായ്വവരിലിരുന്ന് അതിരറ്റഴും വിവേകം. അപ്പോൾ ഈ അരണിക്കോലുകളിൽ നിന്ന് കടഞ്ഞെടുക്കുമ്പോൾ വരുന്ന അഗ്നിയും നമ്മളിൽ മനനം ചെയ്യുമ്പോൾ വരുന്ന വിവേകമാകുന്ന അഗ്നിയും ഒന്ന് തന്നെ എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ അഗ്നി എന്ന് പറയുന്നത് വെറും ഒരു അഗ്നിയല്ല, അറിവാകുന്ന അഗ്നി കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് ഈ ഹോമമന്ത്രം പഠിക്കാനായിട്ട്. എന്നിട്ട് പറയുന്നു, തവ യത്തേജസ് തദ് ഭ്രാമം, തവ യഹ തേജഃ തത് ഭ്രാമം. നിനക്ക് ഒരു തേജസ് ഉണ്ടല്ലോ അഗ്നിയെ. തേജസ് എന്ന് പറഞ്ഞാൽ റേഡിയൻസ്, വെളിച്ചം, ഒരു ബ്രില്യൻസ് ഉണ്ട്. അത് ബ്രഹ്മത്തിന് തുല്യമാണത്. ഭ്രാമം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് റിലേറ്റഡ് ടു ബ്രഹ്മം എന്നാണ്. അത് ബ്രഹ്മത്തിനെ പോലെ തന്നെയാണത് അഗ്നി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ത്വം, നീ പ്രത്യക്ഷം ബ്രഹ്മാസി, പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണ്. പ്രത്യക്ഷം എന്ന വാക്കിന് നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാവുന്നതാണ് പ്രത്യക്ഷം. അക്ഷം എന്ന വാക്കിന് കണ്ണ് എന്ന് മാത്രമല്ല അർത്ഥം, ഇന്ദ്രിയം എന്നുകൂടി അർത്ഥമുണ്ട്. ഇന്ദ്രിയം എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഇന്ദ്രിയത്തിന് ഗോചരമായതാണ് ഈ അഗ്നി. എന്നാൽ ബ്രഹ്മം ഇന്ദ്രിയത്തിന് ഗോചരമല്ല. അതുകൊണ്ട് ബ്രഹ്മം ഗോചരമല്ലാത്തത് കൊണ്ട് ബ്രഹ്മത്തിന് സമാനമായ ഒരു ഭൂതത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പൂർവകാലത്ത് നമുക്ക് ഈ അദൃശ്യമായ ബ്രഹ്മത്തിന് സമാനമായ അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട് വേദം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അഗ്നി സൂക്തം എന്നൊരു സൂക്തമാണ് ഋഗ്വേദത്തിലെ ആദ്യത്തെ സൂക്തം തന്നെ. അഗ്നിയെ സംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണ്. നീ ദൈവത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, എന്നാൽ അഗ്നിയെ കാണുമ്പോൾ ദൈവസമാനമായ അഗ്നിയെ നമുക്ക് മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഈ ഹോമമന്ത്രം ആരംഭിക്കുകയാണ്. ഇനി പറയുകയാണ്, ത്വദീയ ഇന്ദ്രിയാണി മനോ ബുദ്ധി ഇതി സപ്ത ജിഹ്വാഹ. സപ്ത ജിഹ്വാഹ, സപ്ത എന്ന് പറയുന്നത് 7 ജിഹ്വകൾ, നാവുകളുണ്ട് നിനക്ക്. അഗ്നിക്ക് 7 നാവുകളുണ്ട്. അഗ്നിക്ക് 7 നാവുകളുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. നാവ് എന്ന് പറഞ്ഞാൽ നാളം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഗ്നിക്ക് 7 നാളങ്ങളുണ്ട്. എത്രമാത്രം പൂർവ്വ ഋഷിമാർ അഗ്നിയെ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നതിൽ നിന്ന് വ്യക്തമാണ്. നമ്മുടെ ഭാരതീയ ഋഷിമാർക്ക് വളരെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 7 നാളങ്ങൾ അവർ മനസ്സിലാക്കിയത്. നിനക്ക് 7 നാളങ്ങളുണ്ട്. അതുപോലെ ബ്രഹ്മത്തിന്, അറിവിന്, ആത്മാവിന് 7 നാവുകളുണ്ട്. ഈ 7 നാവുകൾ എന്താണ്? ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ് എന്നാണ് അർത്ഥം. നമുക്ക് ഈ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണത്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതാണ്. അഗ്നിക്ക് 7 നാവുള്ളതുപോലെ തന്നെ അറിവിന് 7 നാവുണ്ട്. 7 ഓപ്പണിംഗ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 7 വാതായനങ്ങളിലൂടെയാണ് നമ്മളിലെ അഗ്നി പുറത്തു വരുന്നത്. അതെങ്ങനെ? കണ്ണിലൂടെ, കാതിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, ത്വക്കിലൂടെ, മനസ്സിലൂടെ, ബുദ്ധിയിലൂടെ. ഇതിലൂടെയാണ് ഈ നമ്മളിലെ ബ്രഹ്മം, നമ്മളിലെ ദൈവം
നമ്മളിലെ അറിവ് പുറത്തു വരുന്നത്. ഈ 7 ജിഹ്വകളിലൂടെയാണ്, 7 ഓപ്പണിങ്ങുകളിലൂടെയാണ്. അഗ്നിക്ക് 7 നാവുള്ളതുപോലെ തന്നെ അഗ്നിയുടെ 7 നാവുകൾ ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മുണ്ടകോപനിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രം, ആ മന്ത്രം നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഈ 7 നാവ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകും. അത് കാളീ കരാളീ ച മനോജവാച സുലോഹിതായ ച സുധൂമ്രവർണ്ണ സ്ഫുലിംഗിനി വിശ്വരുചി ച ദേവി ലേലായമാന ഇതി സപ്തജിഹ്വാഹ. ഇത്രയാണ് ഈ സപ്തജിഹ്വകൾ. ഏതൊക്കെയുണ്ട്? കാളി എന്ന പേരിൽ ഒരു നാളം അഗ്നിക്കുണ്ട്. കറുത്തവൾ എന്നാണ്, കറുത്ത അഗ്നിയാണ്. കറുത്ത നാളമുള്ള അഗ്നിയെ കാളി എന്ന വിളിക്കുക. പേടിപ്പെടുത്തുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ അഗ്നിക്കുണ്ട്. അതിനെ കരാളി എന്നാണ് വിളിക്കുക. അതിനെ കാളി കരാളി ച മനോജവ, മനസ്സിനേക്കാൾ വേഗത്തിൽ. ഇപ്പോൾ അഗ്നിയുടെ ഒരു പ്രത്യേകത, തീ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പടർന്നു പിടിക്കും. അതിൻ്റെ സ്പീഡ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അതിനെ മനോജവ എന്നൊരു പേരുണ്ട്. മനസ്സിനേക്കാൾ വേഗമുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. സുലോഹിത, നല്ല ചെമന്ന നിറമുള്ള അഗ്നി. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വിറക് കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ പലതരത്തിലുള്ള അഗ്നികൾ കാണും. അത് ചെമന്ന അഗ്നിയാണ്. സുധൂമ്രവർണ്ണ, പുക നിറഞ്ഞിട്ടുള്ളതാണ്. സുധൂമ്രവർണ്ണ എന്നൊരു പേരുണ്ട് അഗ്നിയുടെ. സ്ഫുലിംഗിനി, പൊട്ടിത്തെറിക്കുന്നവൾ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീ കുണ്ടത്തിൽ നിന്ന് പൊരികൾ ഉണ്ടാക്കുന്നതാണ് സ്ഫുലിംഗിനി. വേറൊന്ന് വിശ്വരുചി, എല്ലാറ്റിനെയും നക്കി തുടയ്ക്കുന്നവൾ. അതായത് എല്ലാറ്റിനെയും അത് ദഹിപ്പിക്കും. ഇങ്ങനെയൊക്കെ അഗ്നിക്ക് പേരുണ്ട്. അതുകൊണ്ടാണ് ഗുരു ഇവിടെ സപ്തജിഹ്വാഹ എന്ന ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് അഗ്നിക്ക്. എന്നിട്ട് ഈ ഹോമത്തിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാണ്. ത്വയി വിഷയ ഇതി സമിധോ ജുഹോമി. ത്വയി, നിന്നിലേക്ക്, ഈ അഗ്നിയിലേക്ക്. അഗ്നിയിലേക്ക് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ അറിവിലേക്ക്, ബ്രഹ്മത്തിലേക്ക്, ദൈവത്തിലേക്ക്. വിഷയ ഇതി സമിധോ ജുഹോമി, വിഷയങ്ങളാകുന്ന സമിത്തുക്കൾ ഹോമിക്കട്ടെ. അപ്പോൾ എന്താ നമ്മൾ അഗ്നിയിലേക്ക് ഇടുന്നത്? വിഷയങ്ങളാണ്. നമ്മൾ എല്ലാ അനുഭവങ്ങളും വിഷയങ്ങളാണ് നമ്മുടേത്. ഒരു വസ്തുവിനെ കാണുന്നു, ഒരു ശബ്ദത്തെ കേൾക്കുന്നു, ഒരു ഗന്ധം അനുഭവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സ്പർശം അനുഭവിക്കുന്നു. ജീവിതത്തിലെ എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളും അഗ്നിയിലേക്കുള്ള ഹോമങ്ങളായിട്ട് കാണണം. അങ്ങനെ കാണുകയാണെങ്കിൽ ജീവിതം മുഴുവനും ഒരു യജ്ഞമാണ്, ഒരു സാക്രിഫൈസാണ്. അതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. മതത്തിൽ അതിന് ചിലപ്പോൾ ആടിനെ കൊന്നും കോഴിയെ കൊന്നൊക്കെയാണ് ചെയ്യുന്നത്. മതത്തിൻ്റെ സാമ്പ്രദായിക രീതികൾ ഓരോരുത്തരുടെയും ഗുണഘടനയനുസരിച്ചാണ് ചെയ്യുന്നത്. രാജസ ഗുണം അല്ലെങ്കിൽ താമസ ഗുണം മുന്നിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ജീവികളെ കൊന്ന് ബലി കൊടുക്കുന്നതിലൂടെയാണ് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നത്. പക്ഷെ സാത്വികനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അറിവിലേക്കുള്ള ബലികളാണ്, ഹോമങ്ങളാണ് എല്ലാം. ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാ വിഷയങ്ങളും ഹോമമായിട്ട് അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു യജ്ഞമാണ്, ഒരു ഹോമമാണ്, അർപ്പണമാണത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ പഠിക്കുന്നത്, ഇരിക്കുന്നത്, കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത്, അതുപോലും ഹോമമാണ്, യജ്ഞമാണ്. അതിൽ ത്യാഗമുണ്ട്, അതിൽ അഹങ്കാരത്തിൻ്റെ ത്യാഗമുണ്ട്, അതിൽ നമ്മളുടെ ഇന്ദ്രിയ രതിയുടെ ത്യാഗമുണ്ട്. അത്തരത്തിൽ ത്യജിക്കപ്പെട്ട് ഭുജിക്കാനാണ് ഗുരു പറയുന്നത്. തേന ത്യക്തേന ഭുഞ്ചീത, നീ ത്യജിച്ചിട്ട് ഭുജിക്കണം എന്ന്. അപ്പം അതുകൊണ്ട് നീ വിഷയങ്ങളെല്ലാം അനുഭവിക്കാൻ നമുക്ക്. ഇന്ദ്രിയ വിരാഗത ഗൃഹസ്ഥന് പറഞ്ഞിട്ടില്ല, പക്ഷേ അതിനെ ത്യജിച്ച് ഭുജിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിവിടെ പറയാണ് ഗുരു. ത്വയി വിഷയ ഇതി സമിധോ ജുഹോമി. സമിത്തുക്കൾ എന്ന് പറഞ്ഞാൽ അഗ്നിയിലേക്ക് എന്തൊക്കെയാണോ ഹവിസ്സുകളായിട്ട് സമർപ്പിക്കുന്നത് അതൊക്കെ സമിത്തുക്കളാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ എള്ള്, തേങ്ങാക്കൊത്ത്, നെയ്യ്, ഇതൊക്കെ സമിത്തുക്കൾ തന്നെയാണ്. എന്നിട്ട് അടുത്ത് പറയുന്നു അഹമിത്യാജ്യം ജുഹോമി. ഞാൻ ആകുന്ന, അഹങ്കാരമാകുന്ന ഞാൻ എന്ന് പറഞ്ഞ അഹങ്കാരമാകുന്ന നെയ്യ് എടുത്തിട്ട് അഗ്നിയിലേക്ക് ഒഴിക്കുകയാണ്.
അപ്പോൾ അഗ്നിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കത്തിപ്പോണ്ടത് എന്താണെന്നറിയാമോ? അഹമിതി ആജ്യം. ഒരു നെയ്യ് ഒരു സ്പൂണിലെടുത്ത് ഒഴിക്കുമ്പോൾ അത് വെറുതെ കത്തിക്കരുത്, അഹങ്കാരം കൂടെ അതിൻ്റെ കൂടെ കത്തിക്കണം. നമ്മളുടെ സാധാരണ ഹോമം ചെയ്യുന്നവർക്ക് അഹങ്കാരം കൂടാറുണ്ട് ചിലപ്പോൾ അല്ലേ? ഇത് അഹങ്കാരം കത്തിപ്പോണം. പിന്നെ അഹങ്കാരമില്ലാത്ത വ്യക്തിയായിട്ട് മാറണം. ഹോമം ചെയ്തു കഴിഞ്ഞാൽ അഹങ്കാരം പാടില്ല തീരെ. അപ്പം അഹമിതി ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യ്. ആ നെയ്യാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അടുത്തത് പ്രാർത്ഥനയാണ്. ത്വം നഹ പ്രസീത, നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും. ആരോട് പറയുന്നു? ബ്രഹ്മത്തിനോട്, അഗ്നിയോട് പറയാണ്, ഞങ്ങളിൽ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം പോയി കഴിഞ്ഞാൽ നമ്മളിൽ എന്തോ പ്രകാശിക്കുന്നത്, അതാണ് പ്രസാദം എന്ന് പറയുന്നത്. പ്രസാദം എന്ന് പറയുന്നത് നമ്മൾ അവിലും മലരും കൽക്കണ്ടോ മുന്തിരി അതല്ല പ്രസാദം. അത് നമ്മളുടെ ചിത്തത്തിനുണ്ടാകുന്ന തെളിമയുടെ പ്രതീകമാണ് പ്രസാദം. പ്രസന്ന ചേതസ്സാണ് പ്രസാദം. എപ്പോഴാണോ മനസ്സ് പ്രസന്നമാകുന്നത് അപ്പോഴത് പ്രസാദമാകുന്നത്. പ്രസാദേ സർവദുഃഖാനാം ഹാനിഹി. എപ്പോഴാണ് പ്രസാദമുണ്ടാകുന്നത് അപ്പോൾ അയാൾക്ക് സർവ്വദുഃഖങ്ങളുടെയും ഇല്ലായ്മയുണ്ടാകുന്നു, ഹാനി ഉണ്ടാകുന്നു. അതിൻ്റെ പ്രതീകമായിട്ട് മോദകവും മലരും പഞ്ചസാരയും ഒക്കെ തരും നമുക്ക് മധുരിക്കാനായിട്ട്. പക്ഷെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് അതിൽ സമാധാനപ്പെടുകയാണ്. നമ്മുടെ ദുഃഖം അവിടെ കിടക്കുകയാണ്. അപ്പോഴും നമ്മുടെ പ്രസന്നത വന്നിട്ടില്ല, നമുക്ക് ചിത്തശുദ്ധി വന്നിട്ടില്ല നമുക്ക്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പ്രസീത, ഞങ്ങളിൽ പ്രസാദിച്ചാലും. ശ്രേയശ്ച സ്വാഹ. ശ്രേയസ്സും പ്രേയസ്സും ഞങ്ങൾക്ക് തന്നാലും. ശ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാത്മമായ ഉന്നതി. പ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഉന്നതി. രണ്ടും, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ അപ്ലിഫ്റ്റ് നമുക്ക് വേണം. ഇത് രണ്ടും ആവശ്യമാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഞങ്ങൾക്ക് തന്നാലും എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് വേറിട്ട് ചൊല്ലരുത്. ഈ ശാന്തി അതായത് ഈ ചില ആളുകൾ ശാന്തിഹി അങ്ങനെയല്ല. ശാന്തി അവസാനത്തിൽ മാത്രമാണ് ആ വിസർഗത്തെ പ്രത്യക്ഷത്തിൽ ഉച്ചരിക്കാൻ പാടുള്ളൂ. ഒരുമിച്ച് വരണം. ശാന്തിഹി. അപ്പോൾ ഒരുമിച്ച് 3 ദുഃഖങ്ങളാണ് ഈ ശാന്തി. ത്രിവിധ ശാന്തി എന്നാണ് അതിന് പറയുക. അധ്യാത്മ ദുഃഖം, ആധിഭൗതിക ദുഃഖം, ആധിദൈവിക ദുഃഖം. ഇങ്ങനെ 3 തരത്തിലുള്ള ദുഃഖ മനുഷ്യനുള്ളൂ. അത് നാം തന്നെത്താൻ ഉണ്ടാക്കി കൂട്ടുന്ന ദുഃഖമൊന്ന്, നമ്മൾ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കി വെക്കുന്ന, ചുമ്മാ ഏതിലെങ്കിലുമൊക്കെ പോയിട്ട് ചാടി ഇമോഷണലായിട്ട് വളരെ വിഷമമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ അധ്യാത്മ ദുഃഖമാണ്. രണ്ടാമത് ആധിഭൗതിക ദുഃഖം, പുറത്തുനിന്നുണ്ടാകുന്നത്, പുറത്തെന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. ഒരാൾ നമ്മളിപ്പോൾ ഇടിക്കുക, അല്ലെങ്കിൽ ഒരു രോഗം വരാം. ഇതൊക്കെ ആധിഭൗതികമാണ്. ഇനി ആധിദൈവിക ദുഃഖം, നമ്മൾ ചുമ്മാ പുറത്തേക്കൊന്നും ഇറങ്ങിയതാ, ഒരു ഇടിമിന്നൽ, സൈഡ് പാരലൈസ്ഡായി, നമ്മൾ നനച്ചിരിക്കാതെ വരുന്നതിനെയാണ് ആധിദൈവികം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയും ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങളും നമുക്കുണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഹോമമന്ത്രം ഗുരു എഴുതി തന്നിരിക്കുന്നത് ഒരേ സമയം നമുക്കതൊരു കർമ്മകാണ്ഡത്തിൽ ഉപയോഗിക്കാനും ജ്ഞാനകാണ്ഡത്തിൽ വിചാരം ചെയ്യാനും കൂടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഹോമമന്ത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നിങ്ങളത് കൈവെള്ളയിൽ എഴുതിയിട്ട് നടന്ന് ചൊല്ലണം. 1008 തവണ ചൊല്ലണം. എന്നിട്ട് ഓരോ സന്ദർഭത്തിലും അഹമിത്യാജ്യം ജുഹോമി, അതിലെ മർമ്മമന്ത്രം അതാണ്. അത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഞാനാകുന്ന നെയ്യിനെ ഞാൻ അഗ്നിയിലേക്കിട്ട് കത്തിക്കുന്നു. ഇത് ഇന്നത്തെ പ്രാർത്ഥനാ സന്ദേശമായിട്ട് എടുക്കുക. എല്ലാവർക്കും നമസ്കാരം. ഓം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. നമുക്കറിയാം, ഇന്ന് വിശ്വഗുരുവിൻ്റെ അനുഗ്രഹ ആയുസ്സുകൊണ്ട് നമുക്ക് ഈ വേദിയെ
ധന്യമാക്കുന്നത് അഞ്ചാമത് ശ്രീനാരായണ കൺവെൻഷന് ഒരു അതിശയോക്തി പോലെയാണ്. ഗുരുവിൻ്റെ നിയോഗം പോലെ ഗുരുകുലത്തിൻ്റെ കയ്യൊപ്പ് വീണ രണ്ട് സതീർത്ഥ്യർ ഒരുമിച്ച് ഈ വേദിയെ ധന്യമാക്കുകയാണ്. അതിന് നമ്മളെല്ലാം വളരെയധികം സന്തോഷം ഉണ്ട്. ആദ്യമായി ഇന്ന് നമുക്കറിയാം നമ്മുടെ സമ്പൂജ്യ സ്വാമിജി ഈ വേദിയിലുണ്ട്. സ്വാമിജിയെ ഇന്നലെ പറഞ്ഞാണ്, വീണ്ടും ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്യമമാണ് എനിക്കുള്ളത്. ആർഷഭാരതത്തിൻ്റെ അന്തസത്തയായ ആത്മീയതയുടെ സുഗന്ധം അമേരിക്കയുടെ അന്തരീക്ഷത്തിൽ അഭിമാനപൂർവ്വം പ്രസരിപ്പിക്കുവാൻ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ യുഗപുരുഷനും അനുകമ്പാമൂർത്തിയുമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾക്കും വേദാന്ത തത്വചിന്തകൾക്കും ഈ കാലയളവിൽ വളരെയധികം പ്രസക്തി ഉണ്ടെന്നുള്ള അതിൻ്റെ ഉത്തമ തെളിവാണ് ശിവഗിരി ധർമ്മസംഘം മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ 2014 തെളിയിച്ച ഭദ്രദീപം. ഫിലഡൽഫിയ, ഹൂസ്റ്റൺ, ന്യൂയോർക്ക്, വാഷിങ്ടൺ എന്നീ നഗരങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം കണക്റ്റിക്കട്ടിലെ സ്റ്റാംഫോർഡ് ഹിൽട്ടൺ ഹോട്ടലിലെ ശ്രീനാരായണ നഗറിൽ 5ാമത് ശ്രീനാരായണ കൺവെൻഷൻ എന്ന രത്നകിരീടം ചൂടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൗഢഗംഭീരമായ കൺവെൻഷൻ ഇന്നലെ ജൂലൈ 11 ഭദ്രദീപം കൊളുത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ധന്യമായ ഈ വേദിയെയും ചൈതന്യവർത്തായ ഈ തീർത്ഥയാത്രയിൽ പങ്കുചേർന്നിരിക്കുന്ന സുഹൃതികളായ നിങ്ങളേവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്പൂജ്യ മുക്താനന്ദ യതി സ്വാമിജിയാണ്. തൃശ്ശൂർ ജില്ലയിലെ കുണ്ടലൂരിൽ ജനിച്ച ചെറുപ്പത്തിൽ തന്നെ ഒരു സത്യാന്വേഷിയുടെ മനസ്സുമായി സഞ്ചരിച്ച സ്വാമിജിയെ നമുക്ക് എല്ലാവരും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അതോടൊപ്പം എല്ലാവരും സ്നേഹത്തിൻ്റെ പൊന്നൊളി വിതറുന്ന ഭദ്രദീപങ്ങൾ ആകണം എന്നാഗ്രഹിച്ച ഗുരു നിത്യ ചൈതന്യതയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായി കാലാന്തരത്തിൽ ജോലിയും ഗ്രഹവും ത്യജിച്ച് ഗുരുകുലത്തിൽ ചേർന്ന് പൂർവാശ്രമത്തിൽ ഗുരുകുലം കുറച്ചുകാലം പത്രപ്രവർത്തകനായി ജോലി ചെയ്ത സ്വാമിജിയെ നമുക്ക് ഈ കൺവെൻഷനിൽ ഇന്നത്തെ ഈ അനുഗ്രഹ പ്രഭാഷണത്തിന് സ്വാമിയുടെ വിഷയം എനിക്ക് തോന്നുന്നത് ആത്മോപദേശ ശതകമാണ്. സ്വാമിജിയെ നമുക്ക് വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കാം. നന്ദി, നമസ്കാരം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. അമേരിക്കയിലെ എത്രയും പ്രിയപ്പെട്ട ഗുരുദേവ ഭക്തരെ, ഇന്നാണ് 5ാമത് ശ്രീനാരായണ ഗ്ലോബൽ കൺവെൻഷൻ്റെ ശരിയായ തുടക്കം എന്ന് പറയുന്നത്. ഇന്നലെ അതിൻ്റെ ഇനാഗുറേഷൻ നടന്നു. ഈ ഗ്ലോബൽ കൺവെൻഷൻ പ്രത്യേകിച്ചും ദീർഘകാലമായി കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും അടർന്നു മാറി അമേരിക്കയുടെ മണ്ണിൽ ജീവിക്കുകയും ഉള്ളിൽ ഹൃദയത്തിൽ ഗുരുവിനെ കളയാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഗുരുഭക്തരുടെ ഒരു സന്തോഷ സുദിനമാണ് ഇന്നും നാളെയും പ്രത്യേകിച്ച്. ഗുരുവിൻ്റെ ദർശനം
അല്ലെങ്കിൽ കൃതികൾ പഠിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഒരു ആവശ്യകതയാണ്. ഒന്ന്, വ്യക്തിപരമായി നമുക്കെല്ലാവർക്കും ഗുരുദർശനം, ഗുരുകൃതികൾ നൽകുന്നത് ഹൃദയവിശാലതയാണ്. രണ്ട്, ഈ ലോകത്ത് 1000 കോടിയോളം ജനം ആകാൻ പോവുകയാണ്. ഈ ഭൂമുഖത്ത് ജനം വർദ്ധിക്കുമ്പോൾ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നുണ്ട്. പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാൻ കഴിയും? പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇതൊക്കെ വിചാരം ചെയ്യുന്ന മനുഷ്യന് മാത്രമാണ് പരിഹരിക്കാനായിട്ട് കഴിയുള്ളൂ. അതിന് ബോധമുണർന്ന, ഉള്ളുണർന്ന മഹാത്മാക്കളുടെ അനുഭവവും അറിവും വചനങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മളെല്ലാവരും മനുഷ്യരായിട്ടാണ് ജനിച്ചിരിക്കുന്നതെങ്കിലും നമ്മളിലൊക്കെ മനുഷ്യ സ്വഭാവം പലരിലും മറഞ്ഞു പോകുന്നതായിട്ട് കാണാം. മൃഗസമാനമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ നമ്മളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ നിരന്തരം നമ്മെ സംസ്കരിച്ചു കൊണ്ടിരിക്കണം. നിരന്തരം നമ്മളെ നവീകരിച്ചു കൊണ്ടിരിക്കണം. നിരന്തരം നമ്മളിലെ അഹങ്കാരത്തെ ലഘൂകരിച്ചു കൊണ്ടിരിക്കണം. ഇതാണ് ജീവന പ്രക്രിയ എന്ന് പറയുന്നത്. ജന്തു സമാനമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളിലെ പഴയകാല വാസനകൾ ശക്തി പ്രാപിച്ച് അത് ക്രൗര്യങ്ങളായി, ക്രൂരതകളായി ബഹിർഗമിക്കും. അത് സ്വാർത്ഥതകളായിട്ട് പരിണമിക്കും. അപ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ സഹോദരനെ സ്നേഹിക്കാനോ അയൽക്കാരനെ സ്നേഹിക്കാനോ അപരനെ നമ്മളിലേക്ക് സ്വീകരിക്കാനോ കഴിയാത്ത വിധത്തിൽ നമ്മൾ സങ്കുചിതനായിട്ട് പോകും. എപ്പോഴൊക്കെയാണ് നമ്മളുടെ അകത്ത് ഈ സങ്കുചിതത്വം, ചുരുങ്ങൽ ഉണ്ടാകുന്നത്, അപ്പോഴൊക്കെ നമ്മൾ ഒരു മൃഗം പോലെ പെരുമാറിക്കൊണ്ടിരിക്കും. യദാത്മവിദ്യാ സങ്കോചഃ തദവിദ്യാ ഭയങ്കരം. എപ്പോഴാണ് ആത്മവിദ്യ സങ്കോചിക്കുന്നത് അപ്പോഴൊക്കെ അവിദ്യ ഭയങ്കരമായിരിക്കും. ഭയം കരോതി ഇതി ഭയങ്കരഃ. ഭയം ജനിപ്പിക്കും. നമ്മൾക്ക് ഭയമുണ്ടാകുമ്പോൾ നമ്മളുടെ പെരുമാറ്റത്തിൽ അത് പ്രകടമായിട്ട് തീരും. ഭയപ്പെട്ട ഒരു വ്യക്തിയാണ് ഹിംസാത്മകമായ പെരുമാറ്റത്തിന് വശംവദനായിട്ട് തീരുന്നത്. ഒരു ജീവി ഭയപ്പെട്ടു കഴിഞ്ഞാൽ ആ ജീവി നമ്മളെ ആക്രമിക്കും. അതുപോലെ ഒരു മനുഷ്യൻ ഭയപ്പെട്ടാൽ ആ മനുഷ്യൻ സഹോദരന മനുഷ്യനെ ആക്രമിക്കും. അതാണ് സ്വഭാവം. അപ്പോൾ ഭയം നിവാരണം ചെയ്യണം. എല്ലാവരുടെ ഉള്ളിൽ നിന്നും ഭയം പോകണം. ഭയം പോയാൽ എന്ത് ബാക്കിയുണ്ടാകും? അഭയം ഉണ്ടാകും. അഭയം എന്ന് പറയുന്നത് ഭയരഹിതമായിട്ടുള്ള അവസ്ഥ, ഫിയർലെസ്നെസ്സാണ് അഭയം എന്ന് പറയുന്നത്. ആ ഭയമില്ലാത്ത അവസ്ഥയാണ് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം. ആത്മാവിൻ്റെ തനിമ എന്ന് പറയുന്നത് ഭയരഹിതമായ അവസ്ഥയാണ്. ഗുരുവിന് ഭയമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന് കരുണയുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഏതൊരു മനുഷ്യൻ്റെ അകത്ത് നിന്ന് സമ്പൂർണമായി ഭയം നിർമാർജിതമായിട്ട് തീരുന്നുവോ അന്ന് ആ മനുഷ്യൻ എല്ലാ ജീവികളിലും കരുണയുള്ളവനായിട്ട് തീരുന്നു. ആ മനുഷ്യൻ ദൈവമായി മാറുന്നു എന്ന് പറയാം. ദൈവം എന്നതിൻ്റെ നിർവചനം വ്യത്യസ്തമാണ്. അറിവായി മാറുന്നു എന്നാണ് അതിനർത്ഥം. ബോധമായിട്ട് മാറുന്നു ആ വ്യക്തി. ബോധത്തിൽ മാത്രമാണ് ഭയമില്ലാതുള്ളൂ. ബാക്കി എല്ലാ ഉപാധികളിലും ഭയമുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നുവോ, എപ്പോഴൊക്കെ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്നുവോ, എപ്പോഴൊക്കെ വൈകാരികതയോട് ചേർന്ന് നിൽക്കുന്നുവോ, എപ്പോഴൊക്കെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്നുവോ, എപ്പോഴൊക്കെ നമ്മൾ ലൗകികതയോട് ചേർന്ന് നിൽക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് ഭയമുണ്ട്. കാരണം എന്താ? ഭയം എന്നത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. ശരീരം നഷ്ടപ്പെടുമോ? എൻ്റെ താല്പര്യങ്ങൾ നഷ്ടപ്പെടുമോ? എൻ്റെ സുഖം നഷ്ടപ്പെടുമോ? എൻ്റെ കംഫർട്ട് സോൺ നഷ്ടപ്പെടുമോ? ഇതൊക്കെ നമ്മളുടെ ഭയങ്ങളാണ്, ആശങ്കകളാണ്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ
പരിധിയിലേക്ക്, നമ്മുടെ സുഖസീമകളിലേക്ക്, കംഫർട്ട് സോണുകളിലേക്ക് ഒരാൾ അതിക്രമിച്ചു വരുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ പ്രതികരണങ്ങളിൽ ശക്തമായിട്ട് ഹിംസയുണ്ടായിരിക്കും. അത് വ്യക്തികൾക്കിടയിൽ മാത്രമല്ല, രാഷ്ട്രങ്ങൾക്കിടയിലും അത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് സമാധാനം വളരെ അധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആത്മോപദേശ ശതകം എന്ന കൃതി നമ്മൾ പഠിക്കേണ്ടത് ആത്യന്തികമായി നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ശാന്തി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, ഭയരാഹിത്യം ഉണ്ടാകണം. ഇതിനു വേണ്ടിയാണ് ആത്മോപദേശ ശതകം പഠിക്കേണ്ടത്. ഇപ്പോൾ ഗുരു അത് നമ്മളെ അടുത്തിരുത്തിയിട്ട്, ഗുരുവിനോട് ചേർത്ത് നിർത്തിയിട്ട് ആത്മാവ് ആത്മാവിനോട് പറയുന്നത് പോലെയാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ അത് നമ്മളെ ഗുരുവിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് പറയല്ല. നമ്മളിൽ മറഞ്ഞിരിക്കുന്ന ആത്മാവിനോട് വിളിച്ചുണർത്തി പറഞ്ഞു തരികയാണ് ആത്മോപദേശ ശതകം. നീ ഇതാണ് 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 എന്ന് പറയുകയാണ്. മറന്നുപോയ നിന്നെ ഗുരു ഓർമ്മപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. നീ ആത്മാവ് തന്നെയാണ്, നീ അറിവ് തന്നെയാണ്, നീ വെളിച്ചമാണ് എന്ന് ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നതാണ് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം അതുകൊണ്ട് ഒരു ഉണർത്തുപാട്ടാണ്. നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെ, സത്തയെ ഉണർത്തി തരുന്ന ഉണർത്തുപാട്ടാണ്. അത് 18ാമത്തെ ശ്ലോകം ഗുരു അത് ചെയ്യുന്നത് എങ്ങനെയാണ്? അഹം ഇരുളല്ല, അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. എത്ര സുതാര്യമായ ഒരു കാര്യം പറയണത്. നമ്മൾ സ്വയം ഇരുട്ടാണെന്നും അന്ധകാരമാണെന്നും വിചാരിച്ച് ജീവിക്കുന്നവരാ. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ വിരൂപയാണ്, ഞാൻ വിരൂപനാണ്, എനിക്കൊരു കഴിവുമില്ല എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുമ്പോഴൊക്കെ നമ്മൾ ഈ അന്ധകാരത്തിന് വശംവദമാകുന്നുണ്ട്, ഇരുട്ടിന് വശംവദമാകുന്നുണ്ട്. നമ്മൾ നമ്മളുടെ മക്കളെ തന്നെ വിളിക്കാറില്ല ഒന്നിനും കൊള്ളാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൾ എന്നൊക്കെ. നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, ഒരാളെ കുറച്ച് കാണിക്കുമ്പോൾ, ഒരാളെ നമ്മൾ ന്യൂനീകരിക്കുമ്പോൾ ഒക്കെ ചെയ്യുന്നത് എന്താണ്? വെളിച്ചത്തെ കാട്ടിക്കൊടുക്കേണ്ടതിന് പകരം ഇരുട്ടിനെ കാട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാളെയും ഇരുട്ടിൻ്റെ ശബ്ദം കൊണ്ട് സംബോധന ചെയ്യാൻ പാടില്ല. ഒന്നിനും കൊള്ളാത്തവനെന്ന് മക്കളെ വിളിക്കുന്ന അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മളുടെ പാരമ്പര്യത്തിൽ, ഭാരതീയ പാരമ്പര്യത്തിൽ അമൃതസ്യ പുത്രാഹ, അമൃതപുത്രന്മാരെ എന്നാണ് വിളിക്കുന്നത്. മരണമില്ലാത്തവരെ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ശരീരം മരിക്കുന്നതാണ്, എന്നാൽ ശരീരത്തെ ചൂണ്ടിയിട്ടല്ല നമ്മളെക്കുറിച്ച് പറയുന്നത്, ആത്മാവിനെ ചൂണ്ടിയിട്ടാണ്. ആത്മാവ് മരണമില്ലാത്ത ഒന്നാണ്. ആ ആത്മാവാണ് നീ എന്ന് ഉറപ്പിക്കുന്നതാണ് അമൃതസ്യ പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ നമ്മൾക്ക് ഗുരു തന്നെ നമ്മളോട് പറയുന്നു, അഹം ഇരുളല്ല, ഞാൻ ഇരുട്ടല്ല. ഇരുട്ട് ആണെങ്കിലോ നിങ്ങൾ സ്വയം വിചാരിച്ചു നോക്കൂ, നിങ്ങൾ അന്ധകാരമാണെന്ന്. ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. നമുക്ക് അഹം അഹം എന്നുള്ള ബോധം പോലും ഉണ്ടാകില്ല നമ്മൾ ഇരുട്ടാണെങ്കിൽ. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ? നിരന്തരമായിട്ട് ഞാനുണ്ട് 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 എന്ന അനുഭവമാണ്. ഞാനില്ല എന്ന അനുഭവം നമുക്കുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് അഹം എന്നത് ഞാൻ വെളിച്ചമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ഇത് വളരെ പോസിറ്റീവായൊരു സമീപനമാണ് ഗുരുവിൻ്റേത്. ഇന്ന് ആധുനിക കാലത്ത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വലിയ മനഃശാസ്ത്ര വിഭാഗം തന്നെ വികസിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ ഗുരു നൽകിയിട്ടുള്ള ഈ പോസിറ്റീവ് സൈക്കോളജി ഇത് ഒന്ന് പിടികിട്ടുകയാണെങ്കിൽ, ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ഒരിക്കലും അദ്ദേഹം നെഗറ്റിവിറ്റിക്ക് വശംവദനാകില്ല, ഒരു കാലത്തും വശംവദമാകില്ല. അഹം ഇരുളല്ല, ഞാൻ ഇരുട്ടല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ വെളിച്ചമാണ്. അതിൻ്റെ അർത്ഥം കുറച്ചും കൂടി പറഞ്ഞാൽ ഞാൻ സ്നേഹമാണ്, ഞാൻ ആനന്ദമാണ്, ഞാൻ നന്മയാണ്. ഇത് ഈ ശബ്ദത്തിന് ഈ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഗുരു അതിന് താത്വികമായ അർത്ഥമാണ് പറയുന്നത്. അഹം ഇരുളല്ല, ഇരുളാകിലന്ധരായി നാം
അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ നമ്മളെപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനുണ്ട് 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 എന്ന അനുഭവം നമുക്ക് എപ്പോഴുള്ളതുകൊണ്ട്. അറിവതിനാൽ അഹമന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ ആർക്കും ഓതിടേണം. എല്ലാവരോടും പറയണം, ചേർത്ത് നിർത്തിയിട്ട് പറയണം, സ്നേഹത്തോടെ പറയണം. നീ വിഷമിക്കണ്ട കേട്ടോ. എന്താ വിഷമിക്കണ്ട എന്ന് പറയുന്നത്? നീ വെളിച്ചമാണ്, നീ ഇരുട്ടല്ല. നീ ആനന്ദമാണ്, നീ ദുഃഖമല്ല. നീ സ്നേഹമാണ്, നീ ഈർഷ്യയല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. നീ അസൂയയല്ല, നീ നന്മയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് വെളിച്ചത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ്. നമ്മൾ സംസാരിക്കേണ്ടത് വെളിച്ചത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ്. ഇതാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞതിൻ്റെ അന്തസത്ത ഇതാണ്. നമ്മൾ വെളിച്ചത്തിൻ്റെ ശബ്ദവാഹകരായിട്ട് മാറണം. ഏതൊരു ശബ്ദം കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്? നിങ്ങളുടെ വൊക്കാബുലറികളിൽ, വാക്കുകളിൽ, പദകോശങ്ങളിൽ നിരവധി പോസിറ്റീവ് ശബ്ദങ്ങൾ ഉണ്ടാകണം. നമ്മൾ വാ തുറന്നു കഴിഞ്ഞാൽ നിരവധി അപശബ്ദങ്ങൾ കൊണ്ട്, നെഗറ്റീവ് വേർഡ്സുകൾ കൊണ്ട് ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മളിൽ ഗുരുവില്ല. നമ്മളുടെ വൊക്കാബുലറി ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. അങ്ങനെ നമ്മളുടെ വൊക്കാബുലറിയെപ്പോലും പദകോശത്തെപ്പോലും നിർമ്മിക്കുന്നതിൽ ഗുരുവിൻ്റെ സ്വാധീനം വളരെ അധികമാണ്. ആത്മോപദേശ ശതകം നിരന്തരമായി വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് വേറൊരുവനെ എങ്ങനെ അപവദിക്കാൻ കഴിയും? വേറെ ഒരുവനെ ശകാരിക്കാൻ കഴിയും? വേറെ ഒരുവനുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഗുരുവിൻ്റെ പദകോശത്തിൽ വേറെ ഒരുവനില്ല. ഗുരു അപരൻ എന്നാണ് ഒരാളെ വിളിക്കുക. അപരൻ എന്ന വാക്കിന് വേറെ ഒരുവൻ എന്നൊരർത്ഥവുമില്ല. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയകർമ്മം അവനു വേണ്ടി മാത്രം. ഇതിൽ ഈ ശ്ലോകത്തിൽ ഗുരു അപരൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അപരൻ എന്ന വാക്കിന് പരനല്ലാത്തവനാണ്. പരൻ എന്ന വാക്കിന് അർത്ഥം വേറെ ഒരുവനാണ്. വേറെ ഒരുവൻ അല്ലാത്തവൻ ആണ് അപരൻ. അതായത് ശരീരം കൊണ്ട്, ഇപ്പോൾ നിങ്ങൾ ശരീരം കൊണ്ട് വേറെ പോലെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവും വേറെയാണ്. ശരീരം പരമാണ്. പക്ഷേ ശരീരം പരമായിരിക്കുമ്പോഴും അതിൻ്റെ അകത്ത് ആത്മാവ് വേറെ അല്ലാതിരിക്കുന്നു. നിങ്ങളിലിരിക്കുന്ന ആത്മാവും എന്നിലിരിക്കുന്ന ആത്മാവും ഒന്ന് തന്നെ. നിങ്ങളിലിരിക്കുന്ന സ്നേഹവും എന്നിലിരിക്കുന്ന സ്നേഹവും ഒന്ന് തന്നെ. നിങ്ങളിലിരിക്കുന്ന ആനന്ദവും എന്നിലിരിക്കുന്ന ആനന്ദവും ഒന്ന് തന്നെ. നിങ്ങളിലിരിക്കുന്ന നന്മയും എന്നിലിരിക്കുന്ന നന്മയും ഒന്ന് തന്നെ. ഇങ്ങനെ അറിയുമ്പോൾ നിങ്ങൾ എനിക്ക് പരരല്ല, അപരരാണ്. ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്യുമ്പോൾ വേറെ ഒരാൾക്ക് നന്മ ചെയ്യുന്നു എന്ന് വിചാരിക്കരുത്. നമ്മളോട് തന്നെ നന്മ ചെയ്യാണ്. ആത്മാവിനോട് തന്നെ. എൻ്റെ ഈ കൈ ഇവിടെ തട്ടിന്ന് വേദനിച്ചു എന്ന് വിചാരിച്ചോ, അപ്പോൾ ഈ കൈ കൊണ്ട് തലോടും ഞാൻ. എന്തുകൊണ്ടാണ്? ഈ കൈ വേറെ ആയിട്ടല്ല, ഈ കൈയിൻ്റെ തന്നെ സത്തയാണ് ഈ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരാളെ തലോടുമ്പോൾ, ഒരാളെ സാന്ത്വനിപ്പിക്കുമ്പോൾ, ഒരാളെ സഹായിക്കുമ്പോൾ വേറെ ഒരാളെ സഹായിക്കുകയല്ല. നമ്മളുടെ ഒരു കൈയിനെ തലോടുന്നത് പോലെ, നമ്മുടെ ഒരു കൈ വേദനിച്ചു കഴിഞ്ഞാൽ മറ്റു കൈ കൊണ്ട് തലോടുന്നത് പോലെ. കാരണം ആ കയ്യിലിരിക്കുന്ന ചൈതന്യവും ഈ കയ്യിലിരിക്കുന്ന ചൈതന്യവും ഒന്ന് തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ സഹായിക്കുമ്പോൾ ഈ വേറെ എന്നുള്ള ബോധമാണ് നമ്മളെ മൃഗമാക്കി മാറ്റുന്നത്. അതെത്ര ശക്തമായിട്ട് വേറെ എന്ന ബോധം നമ്മളിൽ ഉണ്ടാകുന്നുവോ അത്രയും ശക്തമായിട്ട് നമ്മൾ മൃഗമായിട്ട് തീരുന്നുണ്ട്. അത് ഗുരു പഠിപ്പിക്കുന്ന ഒരു ആശയമല്ല, അനുഭവം ഇതാണ്. അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. ഇത് ഓർക്കാൻ പറ്റുന്നില്ല, നമ്മളിത് മറന്നു പോവുകയാണ്. അതുകൊണ്ട് ആദിമമായൊരാത്മരൂപം, ഒരേ ഒരു ആത്മരൂപമേ ഉള്ളൂ. അത് എന്നിലും നിങ്ങളിലും ഉറുമ്പിലും ഒക്കെ അത് തന്നെ. ഇത് മറന്നു പോണു നമ്മൾ. ഈ മറവിയാണ് അവിദ്യ,
അജ്ഞാനം അല്ലെങ്കിൽ മായ എന്നൊക്കെയുള്ള പദങ്ങൾ കൊണ്ട് മറന്നു പോകുക. ഈ മറവിയിൽ നിന്ന് മാറ്റം ഉണ്ടാക്കാനാണ് നിരന്തരമായിട്ട് നമ്മൾ ഗുരുവിനെ പഠിക്കേണ്ടതായിട്ടുള്ളത്, ഗുരുവിൻ്റെ കൃതികൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. മറവിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ്. മറവിയിൽ നിന്നുള്ള മോചനം വേണം. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. ഒരാൾ നമ്മളോട് ചെയ്തിട്ടുള്ള നല്ല കാര്യം നമ്മൾ മറന്നു പോകുന്നതൊക്കെ ഈ മറവിയുടെ ഭാഗമാണ്. അങ്ങനെ മറക്കാൻ പാടില്ല. എന്തിനെ ഓർക്കണം? ആത്മാവിനെ ഓർത്താൽ എല്ലാറ്റിനെയും ഓർത്തു. നിങ്ങൾ പർട്ടിക്കുലറായിട്ട് ഓർക്കണ്ട, സ്പെസിഫിക്കായിട്ട് ഓർക്കണ്ട. നിങ്ങൾ ആത്മാവിനെ ഓർത്താൽ മതി. ആത്മാവിനെ ഓർത്തു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും ഓർത്തതിന് തുല്യ. കാരണം എന്താ? ആത്മാവ് സർവ്വവ്യാപിയാണ്. ആത്മാവ് ഒന്നേയുള്ളൂ. ആത്മാവിനെ ഏകമായിട്ട് ഓർക്കുമ്പോൾ ഞാൻ ഓരോരുത്തരെ സെപ്പറേറ്റ് ഓർക്കണ്ട, എല്ലാവരെയും ഓർത്തതിന് തുല്യമാണ്. എല്ലാ നന്മകളെയും ഓർത്തതിന് തുല്യമാണ്. അങ്ങനെ നിരന്തരമായി ആത്മവിചാരത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഒരു ജീവിയെ കൊല്ലാൻ കഴിയും? എങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും? നിരന്തരമായ ആത്മവിചാരത്തിലേക്ക് മനുഷ്യനെ നയിക്കാനായിട്ട് ഗുരു എഴുതിയിട്ടുള്ള കൃതികൾ പഠിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് വാസ്തവത്തിൽ ഈ ശ്രീനാരായണ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉദ്ദേശം അതാണ്. ഒരു മഹാത്മാവിൻ്റെ വചനങ്ങളാണ് കാലങ്ങളെ ഉല്ലംഘിച്ച് പോകുന്നത്. ഒരു മഹാത്മാവിൻ്റെ ചിത്രം ഇവിടെ വെച്ചോ, ആ ചിത്രത്തിന് ഒരു 5-10 വർഷം കഴിഞ്ഞാൽ അത് കേടായി പോകുന്നത്. എന്നാൽ ഗുരുവിൻ്റെ വചനങ്ങൾ കാലങ്ങളെ ഉല്ലംഘിക്കും. ബുദ്ധൻ്റെ വചനങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 2500 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ തിളക്കമുറ്റ വാക്കുകളായിട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, ശങ്കരാചാര്യരുടെ വചനങ്ങൾ, മഹാഗുരുവിൻ്റെ വചനങ്ങൾ ഇന്നും എത്ര തിളക്കമാണ്. ഈ ആത്മോപദേശ ശതകം ഞാൻ ഒരു വരി ചൊല്ലുമ്പോഴേക്കും നിങ്ങളുടെ ഹൃദയത്തിൽ തിളങ്ങുന്നുണ്ട്. കാരണം നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വ്യാപ്തിയുള്ള അർത്ഥം അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാത്ത ഇടങ്ങളിലേക്ക് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നുണ്ടാകാം. ഇതാണ് നമ്മളുടെ അകത്താണ് ഇതിരിക്കേണ്ടത്. ഗുരുവചനം നമ്മുടെ അകത്തിരിക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത്. അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നത് ഗുരു അകത്തിരിക്കുമ്പോഴാണ് നമുക്കത് ജീവിക്കാൻ കഴിയുന്നത്. ആത്മോപദേശ ശതകം നിരവധി വീക്ഷണങ്ങളുള്ളതുപോലെ തോന്നും. പക്ഷേ ഒരു വീക്ഷണമേ അതിലുള്ളൂ. ആ വീക്ഷണം ആത്മവീക്ഷണമാണ്. ആത്മവീക്ഷണം ഉണർന്നിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സമസ്ത മേഖലകളിലും അവന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ പരിഹരിക്കുന്ന ഒരു നാക്ക് എന്ന് ഇംഗ്ലീഷ് വാക്കിലൊരു പദമാണ് നാക്ക് എന്ന്. നാക്ക്. ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു നാക്ക് നമുക്കുണ്ടാകുന്നു. അതിനെ എങ്ങനെ ഡീല് ചെയ്യാമെന്ന്, എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള ഒരു അവബോധം, ഒരു അറിവ്, ഒരു സീക്രട്ട് നമുക്ക് കിട്ടും. സീക്രട്ട് കീ നമുക്ക് ഓപ്പണായിട്ട് കിട്ടുന്നു. ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന്, എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ഒരു കീ ആത്മോപദേശ ശതകം നിങ്ങൾക്ക് തരും. എല്ലാ പ്രശ്നങ്ങളെയും വേറെ ആയിട്ടല്ല പരിഹരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും കൂടിയിട്ട് ഒറ്റ പരിഹാരം. അത് ആത്മാവബോധമാണ്. ആത്മാവിനെക്കുറിച്ചുള്ള സമഗ്രമായ അവബോധമാണ് പ്രശ്നങ്ങളെ സമഗ്രമായിട്ട് പരിഹരിക്കുന്നത്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടല്ല. അങ്ങനെയാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ 21 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് എങ്ങനെ നമുക്ക് ഒരു വ്യക്തിയോട് പെരുമാറാൻ കഴിയുമെന്നുള്ളതാണ്. നല്ല രീതിയിൽ പെരുമാറാൻ കഴിയും. ഇന്ന് ചില കുട്ടികളെയൊക്കെ നമ്മൾ വളർത്തിയെടുത്ത് അവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഒരു മനുഷ്യനോട് പെരുമാറേണ്ടതെന്ന്. മറ്റ് ജീവികൾക്കൊക്കെ അറിയാം, നമുക്ക് പോലും അറിയില്ല പലപ്പോഴും എങ്ങനെ ഒരു മനുഷ്യനോട് പെരുമാറേണ്ടതെന്ന്. ഈ പെരുമാറ്റ ചിട്ട അത് പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ഗുരു തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് പ്രിയം അപരൻ്റെ അത് എൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. ഇതാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇതാണ് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഇഷ്ടം എന്താ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഭർത്താവായിരിക്കാം, ചിലപ്പോൾ മക്കളായിരിക്കാം,
പേരക്കുട്ടികളായിരിക്കാം, മരുമക്കളായിരിക്കാം, ഒരു പൂച്ചയായിരിക്കാം നമ്മുടെ അടുത്തിരിക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം താമസിക്കുന്നത് സജീവ് ചേനാട്ടിൻ്റെയും ബീനയുടെയും വീട്ടിലാണ്. അവിടെ ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ച നമ്മളിൽ നിന്ന് പലത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പൂച്ച ചില ദിവസങ്ങളിൽ അവർക്ക് തിരക്ക് കാരണം ഇവർ പുറത്തു പോകും. ഈ പൂച്ച ഇവർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇവരെ കാണാതിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രേഞ്ചേഴ്സാണ്, നമ്മൾ വന്നിട്ട് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. എങ്കിലും ആ പൂച്ച നമ്മുടെ അടുത്ത് വന്ന് ശ്രദ്ധ ക്ഷണിക്കും. ശ്രദ്ധ ക്ഷണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച നമ്മളെ കളിക്കാൻ വിളിക്കുകയാണ്, നമ്മളെ അതിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വിളിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, കാരണം നമുക്കതിൻ്റെ ലാംഗ്വേജ് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ പൂച്ച പോയിട്ട് അവിടെയുള്ള ഏതെങ്കിലും സാധനം തട്ടിയിടും, പോയിട്ട് നിലത്തേക്ക് തട്ടിയിടും. ആ പാത്രമൊക്കെ ആയിരിക്കും തട്ടിയിടുന്നത്. അപ്പം നമ്മൾ ഓടി അങ്ങോട്ട് ചെല്ലും. പൂച്ച എന്തിനാ തട്ടിയിടുന്നത്? പൂച്ച നമ്മളുടെ അറ്റൻഷനാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു ജീവിക്ക് എന്ത് വേണമെന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആ ജീവി നമ്മുടെ കൂടെ താമസിക്കുകയല്ലേ. നമ്മുടെ കൂടെ ജീവിക്കുന്നൊരു ജീവിയുടെ ആവശ്യങ്ങൾ നമുക്ക് മാനിക്കാൻ കഴിയണം. ബൈബിൾ പഴയ നിയമത്തിലാണ്, ഒരു കഥയോട് കൂടിയിട്ടാണ് ബൈബിൾ തുടങ്ങുന്നത് തന്നെ. ആ തുടക്കത്തിൽ ആബേലിൻ്റെയും കായൻ്റെയും കഥ പറഞ്ഞുകൊണ്ടാണ്. അതിൽ കായൻ എന്ന് പറയുന്ന സഹോദരൻ ആബേലിനെ കൊല്ലുന്നുണ്ട്. സഹോദരനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം ഇത് അറിഞ്ഞു. അത് കഥയാണെങ്കിലും വളരെ സാരവത്തായിട്ടുള്ളൊരു കഥയാണ്. ആബേൽ എന്ന സഹോദരനെ കായൻ കൊല്ലാൻ കാരണം കായന് തോന്നുകയാണ് ആബേലിനോട് പ്രത്യേക സ്നേഹം ദൈവത്തിനുണ്ടെന്ന്. അതുകൊണ്ട് അസൂയ കൊണ്ട് ഈ കായൻ ആബേലിനെ കൊല്ലുന്നു. കാരണം ദൈവം എന്തിനാണ് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ സ്നേഹം ആബേലിന് കൊടുക്കുന്നത്? ഒരു വയലിൽ വെച്ചിട്ട് ആ സഹോദരനെ അവൻ കൊല്ലുന്നു. പക്ഷെ ദൈവം അതറിഞ്ഞു. ദൈവം കായനോട് ചോദിക്കുന്നുണ്ട്, കായൻ, നിൻ്റെ സഹോദരൻ എവിടെ എന്ന്. അപ്പോൾ കായൻ പറയുകയാണ്, എനിക്കറിഞ്ഞുകൂടാ. നമ്മളുടെ സഹോദരന്മാർ പറയുന്ന പോലെ തന്നെ കുട്ടികൾ ഒക്കെ, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ വീണ്ടും ദൈവം ചോദിച്ചു, കായനെ, നിൻ്റെ സഹോദരൻ എവിടെ എന്ന്. അപ്പോൾ കായൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ദൈവം കായനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ സഹോദരൻ്റെ രക്തം വയലുകളിൽ കിടന്ന് നിലവിളിക്കുന്നത് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കായൻ ദൈവത്തിനോട് കയർക്കുന്നത് എന്താ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന്. പഴയ നിയമത്തിൽ ഇത് പറയാൻ കാരണം, ബൈബിൾ പുതിയ നിയമത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. സ്നേഹമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ സാരമായിരിക്കേണ്ടതെന്ന് കുമാരനാശാൻ ഗുരുദേവൻ്റെ സവിധത്തിൽ നിന്ന് ഉൾക്കൊണ്ട ജീവിത സത്യത്തെ കവിതകളിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്നേഹമാണ് ജീവിതത്തിൻ്റെ സാരമായിരിക്കേണ്ടിടത്ത് കായൻ പഴയ നിയമത്തിൽ സഹോദരനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഹോദരനെ കൊല്ലുക എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ ഒരു മനസ്സുള്ള ഒരാൾക്കേ പറ്റുള്ളൂ, ഒരു സഹോദരനെ കൊല്ലാനായിട്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യകാലത്തൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ സഹോദരനെ തിന്നവരാണ്. നമ്മുടെ ജെനറ്റിക്സിൽ ഈ സഹോദരനെ തിന്ന ആ ഹിംസയുടേതായിട്ടുള്ള മാലിന്യങ്ങൾ നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. അത് കാരണമായിരിക്കണം ഗുരു ആത്മോപദേശ ശതകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം, പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പം. ഈ വികൽപ്പങ്ങൾ, ഹിംസിക്കാനുള്ളത്, പുണരാനുള്ളത്, തിന്നാനുള്ളത്, ഉറങ്ങാനുള്ളത്, ഈ ജൈവികമായിട്ടുള്ള വാസനകളുടെ നീരാളിപ്പിടുത്തത്തിൽ മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള സ്നേഹം മറഞ്ഞു പോകുന്നുണ്ട്. ഈ സഹജമായിട്ടുള്ള നന്മ മറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഒരു നല്ല സ്നേഹിതനാകുക,
നല്ലൊരു ലവർ ആകുക. നമ്മൾ എന്തിനെ സ്നേഹിക്കണം? നമുക്ക് ആദ്യം നമ്മളെ സ്നേഹിക്കാൻ കഴിയണം. ആരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ സ്വയം സ്നേഹിക്കാറില്ലല്ലോ. സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്താണോ ആത്മാവിന് പ്രിയങ്കരമായിട്ടുള്ളത് അത് ജീവിക്കണം ആദ്യം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ ഉപേക്ഷിക്കരുത്. ആ പ്രിയപ്പെട്ടത് നമ്മൾ ജീവിക്കണം. അപ്പോൾ എനിക്ക് ആത്മതൃപ്തി ഉണ്ടാകും. ആത്മതൃപ്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ തൃപ്തി അടുത്തിരിക്കുന്ന ആൾക്കും കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആത്മാവിൽ അസംതൃപ്തനാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് രസിപ്പിക്കാൻ പറ്റുമോ? എൻ്റെ ഭാര്യയെ രസിപ്പിക്കാൻ എനിക്ക് പറ്റുമോ? എൻ്റെ മക്കളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റുമോ? അപ്പോൾ ആദ്യം വേണ്ടത് നമ്മളെ തന്നെ സ്നേഹിക്കണം. ആദ്യം നമ്മുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾക്ക് പാട്ട് പാടാനാണെങ്കിൽ പാട്ട് പാടണം, നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ ചിത്രം വരയ്ക്കണം, സിനിമ കാണാനാണ് ഇഷ്ടമെങ്കിൽ സിനിമ കാണണം, പുസ്തകങ്ങൾ വായിക്കാനാണ് ഇഷ്ടമെങ്കിൽ പുസ്തകം വായിക്കണം, യാത്ര ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ യാത്ര ചെയ്യണം. ഇത് നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ വരണ്ട ഒരു മനുഷ്യനായിട്ട് പോകും ജീവിതത്തിൽ. അപ്പോൾ ജീവിതത്തിൽ വരണ്ട മനുഷ്യനാകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആത്മപ്രിയത്തെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതാണ്. ആത്മാവിന് പ്രിയങ്കരമായിട്ടുള്ളത്, തനിക്ക് സഹജമായിട്ട് പ്രിയങ്കരമായിട്ടുള്ളത് എന്തോ അത് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അത് ജീവിക്കണം. അത് ജീവിച്ച ഒരു മനുഷ്യനാണ് വാസ്തവത്തിൽ മറ്റുള്ളവർ ഉപദ്രവിക്കാതെ ജീവിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ ഒരു എത്തിക്സ് വളർത്തിയെടുക്കുക, ഒരു ധാർമ്മികത, ഒരു സദാചാരം ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് ബൈബിളിൽ വളരെ മനോഹരമായിട്ടൊരു ഭാഗം ക്രിസ്തു പറയുന്നുണ്ട്. അത് വേറെ ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത്രയെങ്കിലും നമ്മൾ വേറൊരാളോട് മാന്യമായിട്ട് പെരുമാറണം. സിമ്പിളാണ് കാര്യം. ഗുരു പറയുന്നത് പ്രിയമപരൻ്റെ യതൻ പ്രിയം സ്വകീയ പ്രിയമപരപ്രിയം ഇപ്രകാരമാകും നയം. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശുദ്ധമായിട്ടുള്ള ദാർശനികതയാണ് പറയുന്നത്. ഇങ്ങനെ വേറെ ഒരുവൻ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് തുല്യമായിട്ടെങ്കിലും നമ്മൾ വേറൊരാളോടും പെരുമാറാൻ ബാധ്യസ്ഥനാണ്, കമ്മിറ്റഡാണ്. ഒരാൾ എന്നെ അപമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വേറൊരാളെ അപമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ടോ? ഒരിക്കലും അപമാനിക്കാൻ പാടില്ല. വേറൊരാൾ ശകാരിക്കുന്നത് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ലെങ്കിൽ വേറൊരാളെ ശകാരിക്കാൻ ഞാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയ ഒരു ബിഹേവിയർ പാറ്റേൺ നല്ല അവെയർനെസ്സോട് കൂടിയിട്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് നമ്മളിൽ. അപ്പോൾ ജീവിതത്തിൽ ഈ രാഷ്ട്രങ്ങൾക്കിടയിലുണ്ട് ഈ ഇതെല്ലാം. വേറൊരു രാഷ്ട്രത്തെ നമ്മൾ ആക്രമിക്കുന്നു, എന്നാൽ വേറൊരു രാഷ്ട്രം നമ്മളെ ആക്രമിച്ചാലോ നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ രാഷ്ട്രങ്ങൾക്കിടയിലും വ്യക്തികൾക്കിടയിലും ജീവികൾക്കിടയിലൊക്കെ ഈ നിയമം ബാധകമാണ്. അടിസ്ഥാനപരമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിയത്തിൻ്റെ സ്വര ഐക്യം, ഈ പ്രിയങ്ങൾ എങ്ങനെ ചേർക്കാം എന്ന്, പ്രിയത്തിൻ്റെ കെമിസ്ട്രി പഠിക്കുക എന്നുള്ളതാണ് ഗുരുദേവൻ ആദ്യം നമ്മളെ പറഞ്ഞു തരുന്നത്. എല്ലാ പ്രിയങ്ങളും ഒരുമിച്ചിരിക്കുന്ന പ്രിയത്തിന് എന്ത് പ്രിയം എന്ന് പറയും? ആത്മപ്രിയം എന്ന് പറയും. അതായത് എൻ്റെ പ്രിയവും നിങ്ങളുടെ പ്രിയവും ഉറുമ്പിൻ്റെ പ്രിയവും എല്ലാ ഒരു ഇലയുടെ ഒരു ചെടിയുടെ പ്രിയവും ഒക്കെ എല്ലാ പ്രിയങ്ങളും ഒരുമിച്ചിരിക്കുമ്പോൾ ആ പ്രിയത്തിൻ്റെ പേരാണ് ആത്മപ്രിയം. ഈ ആത്മപ്രിയം നമ്മൾക്ക് എങ്ങനെ അറിയാം എന്നുള്ളതാണ്. ആത്മപ്രിയത്തെ അറിയാനായിട്ട് ആത്മാവിനെ അറിഞ്ഞാൽ മതി. ആത്മാവിനെ അറിയാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അകത്തേക്ക് നോക്കണം, നമ്മളിലേക്ക് തന്നെ നോക്കണം. പുറത്തേക്ക് നോക്കിയ കാര്യമില്ല. ശരിക്കും ആത്മോപദേശ ശതകം തുടങ്ങുന്നത് തന്നെ അത് പഠിപ്പിച്ചുകൊണ്ടാണ്. കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം. ഉള്ളിലേക്ക് നോക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയിട്ട് തിരിക്കണം. ഇപ്പം നമ്മളിലൊക്കെ എത്ര പേര് ജീവിതത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? വളരെ കുറച്ച് പേരല്ലേ. എത്ര ഒരു 1,00,000 പേരുണ്ടെങ്കിൽ 10 പേര് മെഡിറ്റേറ്റ് ചെയ്യുന്നവരുണ്ടോ? വളരെ കുറച്ചാണ്. മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള അവൻ്റെ വ്യാപാരങ്ങളെല്ലാം ബാഹ്യ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരിക്കലും അവൻ കണ്ണുകളടച്ച് ഉള്ളിലേക്ക് നോക്കിയിരിക്കാറില്ല. ഉള്ളിലേക്ക് നോക്കിയിരിക്കണം എന്നല്ല പറയുന്നത്, അങ്ങനെ ഇരുന്നാലും പ്രശ്നം തന്നെയാണ്. നിങ്ങൾ 24 മണിക്കൂറും കണ്ണടച്ചിരുന്നാലോ നിങ്ങൾ വെറും അന്ധകാരമായിട്ട് മാറും. അങ്ങനെയും സംഭവിക്കും.
ഈ അപകടങ്ങൾ വരുത്തി വയ്ക്കരുത്. ഈ അകമുഖമായിട്ട് അറിയണം എന്ന് ഗുരു ഉപദേശിക്കുന്നു. അകമുഖമായി അറിയായെങ്കിൽ മായയാം വൻപക പലതും ഭ്രമമേകിടുന്നു പാരം. ഇത് ആത്മോപദേശ ശതകത്തിലെ തന്നെ ഗുരുവിൻ്റെ ഒരു ഉപദേശമാണ്. അങ്ങനെ ആത്മപ്രിയത്തെ ഉള്ളറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും വേറൊരുവൻ്റെ പ്രിയത്തെ, വേറൊരുവൻ്റെ സന്തോഷത്തെ ഹനിക്കാനായിട്ട് കഴിയില്ല. അതിനെയാണ് ശരിക്കും അഹിംസ എന്ന് പറയുന്നത്, അതിനെയാണ് അനുകമ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുദേവൻ്റെ കൃതികൾ നമ്മൾ പഠിച്ചാൽ അറിവുള്ളവരാകുക എന്നതിനുപരി അനുകമ്പയുള്ളവരാവുക എന്നതാണ് അതിൻ്റെ ഫലസിദ്ധിയായിട്ട് വരുന്നത്. ആത്മോപദേശ ശതകത്തെ ഇത്രയും മഹനീയമായൊരു കൃതിയായിട്ട് മാറ്റുന്നത് എന്ത് ഘടകമാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമുണ്ട്. അതിൽ കാതലായ ഭാഗമാണ്. ഒന്നാം പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങൾ ഗുരു എഴുതിയിട്ടുള്ളത് പല മതസാരവും ഏകം എന്ന് പറയാനാണ്. മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ പലതാണ്, ചിന്തകൾ പലതാണ്, ആശയങ്ങൾ പലതാണ്, മതങ്ങൾ പലതാണ്. മതം എന്ന വാക്കിന് അഭിപ്രായം എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഈ ലോകത്ത് തന്നെ എത്ര മതഭേദങ്ങളുണ്ടെന്ന് നോക്കൂ. ക്രിസ്തുമതം, ഇസ്ലാം മതം, ജൂതമതം, ഹിന്ദുമതം എന്നൊരു മതം ഉണ്ടോ എന്ന് അതൊരു സംശയമാണ്. ഹിന്ദുമതം അനേക മതങ്ങളുടെ ഒരു സംഘാതമാണ്, ഒരു മതമല്ല അത് ഹിന്ദുമതം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ബുദ്ധമതം അതൊരു മതമാണ്, അതിൽ തന്നെയുണ്ട് നിരവധി ഭേദങ്ങൾ. അപ്പോൾ ഇവിടെ മതം എന്ന് പറയുന്നത് തന്നെ ശുദ്ധമായ ഒരു അസംബന്ധ വാക്കാണ് മതം എന്ന് പറയുന്നത്. ഒരു മതത്തിൽ തന്നെ അനേകം മതങ്ങളുണ്ട് ഇപ്പോൾ, പണ്ടത്തെ പോലെയല്ല. ബുദ്ധനാണ് ബുദ്ധമതത്തിൻ്റെ ആ വക്താവെങ്കിലും ബുദ്ധന് ശേഷം വരുന്ന ശിഷ്യന്മാർ മതങ്ങൾ നിരവധിയായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മതങ്ങളും എന്തിൽ ഒന്നിക്കുന്നു, എങ്ങനെ ഒന്നിപ്പിക്കാൻ കഴിയും എന്ന് ഇത്രയും ആഴത്തിൽ ചിന്തിച്ച് അതിനെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു ഋഷി വേറെയുണ്ടോ ലോകത്തിൽ? ഇല്ല എന്ന് തന്നെ പറയാം. ഓരോ ആചാര്യന്മാരും ഇവിടെ വന്ന് അവരുടെ മതങ്ങളുണ്ടാക്കി, അവരുടെ സമ്പ്രദായങ്ങളുണ്ടാക്കി പുതിയ മതങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു പറഞ്ഞത് എല്ലാ മതങ്ങളെയും ചേർക്കുന്ന ഒരു രസായന വിദ്യ ഗുരു പഠിപ്പിച്ചു. നല്ല ഒരു രസായന വിദ്യയാണത്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതം ഏകം. ഇതിനെക്കുറിച്ച് ഈ ലോകത്തിൽ ഒരു മതം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന് ആ പദ്യശകലം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിരവധി കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് CV കുഞ്ഞിരാമൻ്റെ ഉള്ളിലുണ്ടായി. CV കുഞ്ഞിരാമൻ ഗുരുവിൻ്റെ അടുത്ത് തന്നെ പോയിരുന്നു. ഗുരുവിനോട് ചോദിച്ചു, അങ്ങ് പറയുന്നത് ഗുരുവിൻ്റെ അടുത്ത് എന്നിരുന്നിട്ട് CV കുഞ്ഞിരാമൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഗുരുവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഗുരുവിനോട് സംശയങ്ങൾ നേരിട്ട് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ചോദിച്ചപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത് ഇപ്പോൾ ഒരു മുദ്രാവാക്യമായിട്ട് ശ്രീനാരായണീയരെല്ലാവരും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. അതിൽ ഗുരു പറഞ്ഞതിൽ ഒരു ജാതി, ഒരു ദൈവം എന്നത് ഏകദേശമൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അതിൽ ഒരു മതം എന്നത് പലർക്കും വലിയ ആശങ്കകളുണ്ട്. കുമാരനാശാൻ്റെ അടുത്ത് പോയപ്പോൾ കുമാരനാശാനും അതിന് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം തന്നില്ല. ഗുരു തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഈ CV കുഞ്ഞിരാമൻ ഗുരുവിനോട് ചോദിച്ചപ്പോൾ അവർ നടത്തുന്ന ഒരു ചർച്ചയുണ്ട്. ആ ഒരു ചർച്ചയല്ല, പല ചർച്ചകളും നടന്നിട്ടുണ്ട്. CV കുഞ്ഞിരാമൻ അത് ക്രോഡീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നിരവധി സംഭാഷണങ്ങൾ ഗുരുവിനുമായിട്ട് നടത്തിയിട്ടുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും ഈ സംഭാഷണം വളരെ അമൂല്യമായതാണ്. അതിൽ ഗുരു പറയുന്നുണ്ട്, ഈ മതം എന്ന് പറയുന്നത് അഭിപ്രായം എന്ന അർത്ഥത്തിൽ ഭിന്നങ്ങൾ തന്നെയാണ്, അഭിപ്രായം എന്ന അർത്ഥത്തിൽ. പക്ഷേ മതത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചിന്തിക്കണം എല്ലാവരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉദ്ദേശത്തിലാണ് മതങ്ങളെല്ലാം ഒന്നായിരിക്കുന്നത്. എന്തിനാണ് മതം എന്ന് ചോദിക്കുമ്പോൾ ആ ഉദ്ദേശത്തിലാണ് മതം ഒന്നായിരിക്കുന്നത് എന്ന് ഗുരു അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ആ ഉദ്ദേശം
പല നാടുകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അറേബ്യൻ നാട്ടിൽ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ സാഹോദര്യം എന്ന മൂല്യത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് മുഹമ്മദ് നബി മുന്നോട്ട് വെച്ചത് സാഹോദര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ കാലത്ത് സ്നേഹത്തിൻ്റെ രാഹിത്യം, ഇല്ലായ്മയാണ് ശക്തമായിരുന്നത്. അതുകൊണ്ട് ക്രിസ്തു സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു. ബുദ്ധൻ്റെ കാലത്ത് ഹിംസയാണ് കലശലായിരുന്നത്. അതുകൊണ്ട് ബുദ്ധൻ അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഇത് കുറച്ച് ആളുകൾ കൂടിയിരുന്നിട്ട് സംസാരിക്കണം, സ്നേഹത്തിനേക്കാളും മഹിതമായതാണ് അഹിംസ എന്നും അഹിംസയേക്കാൾ മെച്ചപ്പെട്ടതാണ് സാഹോദര്യം എന്നും ചർച്ച ചെയ്യുകയും ആ ചർച്ചകളിൽ ജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. സാഹോദര്യമാണ് ശക്തമായത്, അല്ലാതെ അഹിംസയല്ല വേണ്ടത് എന്ന് ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ ശുദ്ധ അസംബന്ധം എന്നല്ലാതെ എന്ത് പറയാനാണ്? എൻ്റെ ഗുരു തന്നെ പറയാണ്, സാഹോദര്യവും സ്നേഹവും അതുപോലെ അനുകമ്പയും അഹിംസയൊക്കെ പരസ്പര പൂരകങ്ങളാണ്. അവ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്നതാണ്. അതിൽ ഏതെങ്കിലും ഒന്നിനെ വേർപ്പെടുത്തിക്കൊണ്ട് വേറൊന്നിന് നിലനിൽക്കാൻ കഴിയില്ല. അഹിംസയെ മാറ്റി നിർത്തിക്കൊണ്ട് സ്നേഹത്തിനോ, സ്നേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാഹോദര്യത്തിനോ നിലനിൽക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഏകമതം എന്നത് മതങ്ങളുടെ ഉദ്ദേശത്തിൻ്റെ ഏകത്വത്തെയാണ് ലക്ഷ്യമാക്കുന്നത്. ആ ഏകത്വത്തെയാണ് ആനന്ദം എന്ന അർത്ഥത്തിൽ ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? എനിക്ക് സുഖം വേണം, എനിക്ക് സുഖം വേണമെന്നാണ്. എല്ലാവരും, ഒരു ജീവി പോലും ആഗ്രഹിക്കും, ഒരു ഉറുമ്പ് പോലും ആഗ്രഹിക്കുന്നത് എന്താ? സുഖം വേണമെന്നാണ്. ഒരു പുഴു എഴഞ്ഞ് പോണ സമയത്ത് ഒരു ഈർക്കിലെടുത്തിട്ട് ആ പുഴുവിനെ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കുത്തി നോക്കൂ. ആ പുഴു കിടന്നിങ്ങനെ പിടയ്ക്കുന്നത് കാണാം. അപ്പം നമ്മൾ ചോദിക്കും, എന്തിനാണ് ഈ പുഴു പിടയ്ക്കുന്നത്? ആ പുഴു പിടയ്ക്കുന്നത് സുഖത്തിലേക്ക് തിരിച്ചു വരാനാണ്. നമ്മൾ എന്തിനാണ് ചിലപ്പോഴൊക്കെ വിമ്മിട്ടപ്പെട്ടുകൊണ്ട് കരയുന്നതും നിലവിളിക്കുന്നതുമൊക്കെ? സുഖത്തിലേക്ക് തിരിച്ചു വരാനാണ്. എല്ലാവരും ശ്രമിക്കുന്നത്, എല്ലാവരും വിഷമിക്കുന്നത്, എല്ലാവരും ദുഃഖിക്കുന്നത് സുഖത്തിലേക്ക് തിരിച്ചു വരാനാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഇമ്മതം ഏകം. ഇതാണ് ഏകമതം. മനുഷ്യന് സുഖം വേണം, ജീവികൾക്ക് സുഖം വേണം, എല്ലാവർക്കും സുഖം വേണം. സുഖം വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തർക്കമില്ലാത്തൊരു കാര്യമാണ് സുഖം വേണം എന്നുള്ളത്. ആ കാര്യമാണ് ഇവിടെ ഒന്നായിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക മതം ഗുരു സ്ഥാപിച്ചതല്ല, ഒരു ദർശനമാണത്. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന. ആനന്ദത്തെയാണ് എല്ലാവരും നിരന്തരമായിട്ട് ഉപാസിക്കുന്ന, അന്വേഷിക്കുന്നത്. ആരും ദുഃഖം വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ദുഃഖം തരൂ, എനിക്ക് ദുഃഖം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ തെരുവിലൂടെ നടക്കുകയാണെങ്കിൽ അയാളെ ഭ്രാന്തൻ എന്നല്ലാതെ എന്ത് മുദ്ര കുത്തും നിങ്ങൾ? അയാൾക്ക് ദുഃഖമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ദുഃഖമല്ല മനുഷ്യന് ആവശ്യം, സുഖമാണ്. ദുഃഖം നമുക്ക് ആൾറെഡി ഉള്ളതാണ്. മനുഷ്യജീവിതം ദുഃഖത്തിലാണ്. ബുദ്ധൻ പറഞ്ഞത് അതാണ്. മനുഷ്യജീവിതം ദുഃഖമാണ്. സുഖത്തിലേക്ക് തിരിച്ചു വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ പിടയുന്നത് സുഖത്തിലേക്ക് തിരിച്ചു വരാനാണ്. ആ സുഖത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് ജീവജാലങ്ങളുടെ മതം, മനുഷ്യൻ്റെ മതം. ഇത് എല്ലായിടത്തും അമേരിക്കക്കാരനും ഉഗാണ്ടക്കാരനും മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും ജൂതനും പുഴുവും ചെടിയും ഒക്കെ ആഗ്രഹിക്കുന്നത് ഈ സുഖത്തിലേക്ക് തിരിച്ചു വരാനാണ്. അതാണ് യൂണിവേഴ്സൽ റിലീജിയൻ എന്ന് പറയുന്നത്. എല്ലായിടത്തും ഏകമായിരിക്കുന്ന ഒരു പ്രവണത, ടെൻഡൻസി എന്ന് പറയുന്നത് സുഖത്തിലേക്ക് തിരിച്ചു വരാനാണ്. ഈ സുഖം വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരു മതം ഏതെന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഞങ്ങളുടെ മതമാണ് എന്ന് പറയരുത് ഒരിക്കലും. ക്രിസ്ത്യാനി പറയും ഗുരു പറഞ്ഞ് ഞങ്ങളുടെ മതമാണ്. ഹിന്ദു പറയും ആ ഗുരു പറഞ്ഞ മതം ഞങ്ങളുടെ മതമാണ്. മുസൽമാനും പറയാം അങ്ങനെയല്ല. ഇത് ആ അർത്ഥത്തിലേ അല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആത്മോപദേശ ശതകത്തിൻ്റെ ഈ തത്വരഹസ്യങ്ങളൊക്കെ നമ്മൾക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പരസ്പര ബഹുമാനത്തോടു കൂടിയിട്ട് ഇതര മതസ്ഥരെ കാണാനും ഒക്കെ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് എല്ലാവരും എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കേണ്ടതുണ്ട്. മതങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാൾക്ക് ഖുർആൻ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടാൻ പോകുന്നുണ്ടോ?
അവൻ്റെ വെളിച്ചം കൂടുന്നു എന്നല്ലാതെ. ഇനി ഒരു മുസൽമാന് ഹിന്ദുമതത്തിലെ ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? കൂടുതൽ വെളിച്ചം അവന് കിട്ടുമെന്നല്ലാതെ അവന് പരമതനിന്ദ ഉണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാകില്ല. പരമതനിന്ദ ഉണ്ടാകാൻ പാടില്ല. ഒരു മതം അന്യന് നിന്ദ്യം, ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ഊനമാകും. ധരയിലിതിൻ്റെ രഹസ്യം ഒന്നുതാനെന്നറിവളവും ഭ്രമമെന്ന് അറിഞ്ഞിടേണം. ഇത് ഗുരുദേവൻ്റെ പ്രകടമായിട്ടുള്ള ജീവിത വീക്ഷണമാണ്. ഈ ജീവിത വീക്ഷണമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയുമ്പോൾ തന്നെയാണ് നമ്മൾ കൃത്യമായ ഒരു ശ്രീനാരായണീയൻ എന്ന് രേഖപ്പെടുത്തപ്പെടുന്നത്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ജാതിയുടെ വക്താവായിട്ട് ഗുരുദേവനെ ഏതെങ്കിലും ഒരു കാസ്റ്റിൻ്റെ, ഒരു ജാതിയുടെ മൂശയിലേക്ക് ഇട്ടിട്ട് അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലെന്നല്ല എവിടെ പോയി നമ്മൾ ഗുരുദേവൻ്റെ ദർശനത്തെ പറഞ്ഞു കൊടുത്താലും ആർക്കും വേണ്ടാത്ത ഒരു പാഴ്ചരക്ക് മാത്രമായിരിക്കും ഗുരുദേവ ദർശനം. ഗുരുദേവ ദർശനത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് ഇത്തരത്തിൽ സർവ്വമനുഷ്യരെയും, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ നന്മയെ ലക്ഷ്യം വച്ചിട്ടുള്ള ഗുരുദേവ ദർശനത്തെ അനാവരണം ചെയ്താൽ മാത്രമാണ്. അത് നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ ആദ്യം അനാവരണം ചെയ്യണം, പിന്നീട് മറ്റ് മനുഷ്യരുമായിട്ട് പങ്കിട്ട് ആ ജീവിത ദർശനത്തെ ഒരു പ്രായോഗിക ജീവിത ദർശനമാക്കിയിട്ട് മാറ്റണം. ആത്മോപദേശ ശതകം അതിനുള്ള ഏറ്റവും ഉദാത്തമായ ഒരു മാനുവലാണ്, ഒരു ടെക്സ്റ്റാണ്. അത് നമ്മളുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണം. കൈവശം കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഹൃദയത്തിലെങ്കിലും കൊണ്ടു നടക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. ഇന്നത്തെ ഈ ആത്മോപദേശ ശതകം വിചാരം നിങ്ങളുമായിട്ട് ഇത്രയും നേരം പങ്കുവയ്ക്കാനായിട്ട് ഫെഡറേഷൻ നമുക്ക് ഒരുക്കി തന്ന ഈ വലിയ പ്ലാറ്റ്ഫോം നന്ദി പറയുന്നു. ഫെഡറേഷൻ്റെ ഈ ദൗത്യം കൃത്യമായ തലത്തിൽ വിജയകരമായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം. ഇനി ചർച്ചകളൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. നമസ്തേ സ്വാമിജി, നല്ലൊരു പ്രഭാഷണമായിരുന്നു. അത് നമ്മളെല്ലാവരും ആത്മോപദേശകം പറയുന്നതാണ്. കേൾക്കുമ്പോൾ വളരെ സന്തോഷവും തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൈജി അശോകൻ, സെക്രട്ടറി SNGM ഹ്യൂസ്റ്റൺ. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ്. നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാമിലെ കൾച്ചറൽ പ്രോഗ്രാമാണ്. അത് പാട്ട് പാടുന്നത് ഹ്യൂസ്റ്റണിൽ നിന്നുള്ള വേണുക്കുട്ടനാണ്. അപ്പോൾ വേണുക്കുട്ടനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. സോ വേണുനാഥ് മനോജ്, 13 വയസ്സാണ്. വേണുവിൻ്റെ പേരൻസ്, അച്ഛൻ ശ്രീ മനോജ് ഗോപി, അമ്മ ശ്രീമതി ജോളി ജോർജ്. വേണുവിൻ്റെ 2 സഹോദരിമാരാണുള്ളത്. ജയലക്ഷ്മി മനോജ് ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അതിൻ്റെ സഹോദരി ജ്യോതിലക്ഷ്മി ഇപ്പം അണ്ടർ ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിൽ പഠിക്കുന്നു. ഡിറ്റർമിൻഡ് ടു ബി എ ഡോക്ടർ ഇൻ ഫ്യൂച്ചർ. പിന്നെ വേണുക്കുട്ടനെ കൊണ്ടൊക്കെ പറയുകയാണെങ്കിൽ വളരെ സ്മാർട്ട് ബോയ് ആണ്. പാട്ടിൽ മാത്രമല്ല പഠിത്തത്തിൻ്റെ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വളരെ തോട്ട് പ്രൊവോക്കിംഗ് തിങ്കിങ് പ്രോസസ്സുള്ള കുട്ടിയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ക്ലാസിക്കൽ സംഗീതം പഠിക്കുന്നു. ടീച്ചർ ഫേമസ് ആയിട്ടുള്ള ശ്രീ കോറസ് പീറ്റർ സാറാണ്. നല്ലൊരു ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ടും മനോജ് കുട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ തന്നെയാണ് വളരെ നല്ലൊരു ഗുരുഭക്തൻ കൂടിയാണ് വേണുക്കുട്ടൻ. വളരെയധികം ഗുരുദേവ കൃതികൾ ചൊല്ലും. എന്ന് സൺഡേയിലെ ഞങ്ങളുടെ പ്രയറിന് ഗദ്യപ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് വേണുക്കുട്ടനാണ്. അപ്പം ഗുരുവിൻ്റെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനകളും എന്നും വേണുവിൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു.